ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ച് ബോറടിച്ചിട്ട് വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 3 പ്ലാനറ്റ് സജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് 55 കാൻക്രി ഇ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്. അത് മോസ്റ്റ്ലി കാർബൺ കൊണ്ടും ഓക്സിജൻ കൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2400 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനറ്റിന്റെ സർഫസ് മുഴുവൻ ഡയമണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അവിടെ നമ്മൾ പോയി ഇറങ്ങുകയാണെങ്കിൽ നമ്മളായിരിക്കും നമ്പർ 1 കോടീശ്വരൻ. സെക്കൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഗ്ലീസ് 436b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ആണ്. ഈ പ്ലാനറ്റിനെ ബേണിംഗ് ഐസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ 100 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് ആവിയായിട്ട് പോകും. പക്ഷേ ഈ ഒരു പ്ലാനറ്റിൽ 900 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായാൽ കൂടി അവിടുത്തെ ഐസ് അതേ രൂപത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ് റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പ്രഷറാണ് ഇതിന്റെ റീസൺ. നെക്സ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് കെപ്ലർ 452b ആണ്. ഇത് ഏകദേശം നമ്മുടെ ഭൂമി പോലെ തന്നെയുള്ള ഒരു പ്ലാനറ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ സയന്റിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലിക്വിഡ് ഫോമിലുള്ള വെള്ളം ഉണ്ടാകും എന്നാണ്. ലിക്വിഡ് ഫോമിലുള്ള വെള്ളം ഉണ്ടാകണമെങ്കിൽ അവിടെ ജീവനും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി നമ്മുടെ ഭൂമിയുമായിട്ട് സാമ്യം ഉള്ള ഒരു പ്ലാനറ്റ് ആണ് ഈ കെപ്ലർ 452b എന്ന് പറയുന്ന പ്ലാനറ്റ്. ഇതിൽ നിങ്ങൾ ഏത് പ്ലാനറ്റ് ആണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട.